നീ ഒരു വാർത്ത ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ തൊട്ടയൽപ്പക്കത്തെ ബംഗ്ലാദേശിലെ സീൻ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചത് അത് വെറും ഒരു ആഭ്യന്തര കലാപമാണ്, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം എന്നൊക്കെയാണ്. അതെ അതെ അതെ. പക്ഷേ കാര്യങ്ങൾ ഇപ്പോ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറ്റിയേ? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ റഷ്യ, അതായത് വ്ളാഡിമിർ പുടിന്റെ റഷ്യ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. റഷ്യ ഇടപെട്ടിട്ടുണ്ടല്ലേ? അതെ അതെ. ബംഗ്ലാദേശിലെ റഷ്യൻ അംബാസിഡർ കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് വെറും ഒരു വാക്കല്ല, കൃത്യമായൊരു താക്കീതായിരുന്നു. 1971 മറക്കരുത്. 1971 മനസ്സിലായില്ലേ? മനസ്സിലായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2024-2025 കാലഘട്ടത്തിൽ എന്തിനാണ് റഷ്യ 1971 കഥ ഇപ്പോ ഓർമ്മിപ്പിച്ചത്? അത് വെറുതെ അല്ല. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് വെറും ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് അല്ല, അതിന് പിന്നിൽ വമ്പൻ സ്രാവുകൾ കളിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി. കൊല്ലപ്പെട്ടുല്ലോ, അതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അവിടെ ഇപ്പോഴും ഇന്ത്യക്കാർക്ക്, അതായത് ഹിന്ദുക്കൾക്കൊക്കെ എതിരെ നടക്കുന്ന ഒരു അക്രമം ഉണ്ടല്ലോ. ഷെയ്ഖ് ഹസീനയുടെ പലായനം, പിന്നെ മുഹമ്മദ് യൂനിസിന്റെ ആടുവിലഞ്ഞ ഭരണം, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ബംഗ്ലാദേശ് മറ്റൊരു അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആയി മാറുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിന്റെ ചരിത്രം? എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ റഷ്യയും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ വടംവലി എങ്ങോട്ടാണ് പോകുന്നത്? ഇതാണ് ഇന്ന് നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അതെ അതെ. നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഗെയിം തന്നെയാണ്. ഈ കഥ മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് കുറച്ച് പിന്നിലേക്ക് പോകേണ്ടി വരും, അല്ലേ? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്തേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാന് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഒന്ന് വെസ്റ്റ് പാകിസ്ഥാനും, ഇന്നത്തെ പാകിസ്ഥാനാണ് പറയണത്. രണ്ടാമത്തെ ഈസ്റ്റ് പാകിസ്ഥാനും. മതം കൊണ്ട് ഇവർ ഒന്നായിരുന്നെങ്കിലും ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ഇവര് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് പാകിസ്ഥാനിലെ ഉറുദു സംസാരിക്കുന്ന ഭരണാധികാരികൾ ഈസ്റ്റ് പാകിസ്ഥാനിലെ ബംഗാളി സംസാരിക്കുന്നവരെ കണ്ടാൽ എന്താ പറയുക, രണ്ടാംകിട പൗരന്മാരൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത്. അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു. ബംഗാളി ഭാഷയെ തകർക്കാനും ഉറുദു അടിച്ചേൽപ്പിക്കാനും അവർ ശ്രമിച്ചു. ഇതിനെതിരെയാണ് 1952 ഭാഷാ പ്രക്ഷോഭം അവിടെ തുടങ്ങുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് എന്ന വികാരത്തിന്റെ ആദ്യത്തെ സ്പാർക്ക്. പിന്നീട് അങ്ങോട്ട് സാമ്പത്തികമായും രാഷ്ട്രീയമായും വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്നാണ് ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ എന്ന നേതാവിന്റെ ഉദയം. ഇതാരാന്ന് മനസ്സിലായില്ല? നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ മറ്റേ മുജീബ് റഹ്മാൻ, ഷെയ്ഖ് ഹസീനയുടെ പിതാവ്. 1970 നടന്ന തെരഞ്ഞെടുപ്പിൽ മുജീബ് റഹ്മാന്റെ പാർട്ടി ഭൂരിപക്ഷം നേടിയിട്ടും വെസ്റ്റ് പാകിസ്ഥാൻ അധികാരം കൈമാറാൻ തയ്യാറായില്ല. പകരം അവർ ചെയ്തത് കൊടും ക്രൂരതയാണ്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പാകിസ്ഥാൻ പട്ടാളം സ്വന്തം ജനതയെ തന്നെ കൊന്നൊടുക്കാൻ തുടങ്ങിയ ഒരു സമയം. ലക്ഷക്കണക്കിന് ആളുകൾ ആ സമയത്ത് കൊല്ലപ്പെട്ടു. സ്ത്രീകൾ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു. കോടിക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ഒഴുകി. ഇതോടെയാണ് ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ ഇടപെടേണ്ടി വന്നത്. ഇവിടെയാണ് റഷ്യയുടെ എൻട്രി വരുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1971 ഇന്ത്യ ബംഗ്ലാദേശിന്, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ, അവർക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപനത്തിന് ശേഷം പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് അമേരിക്ക അവരുടെ 7ാം കപ്പൽ പടയെ അതെ അതെ. ഇന്ത്യ ആകെ പെട്ടുപോയൊരു അവസ്ഥയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ രക്ഷയ്ക്ക് സോവിയറ്റ് യൂണിയൻ അഥവാ ഇന്നത്തെ റഷ്യ എത്തിയത്. അതായത് ഒരു ബാബു ആന്റണിയൊക്കെ സിനിമയിൽ വരുന്ന പോലെ. പണ്ടൊക്കെ സിനിമയിൽ അങ്ങനെയാണ്. നായകന്റെ ഭാഗത്താണെങ്കിൽ ബാബു ആന്റണിക്ക് നമുക്ക് രസമാണത്. അപ്പൊ അമേരിക്കൻ കപ്പലുകളെ തടയാനായിട്ട് റഷ്യ അവരുടെ ന്യൂക്ലിയർ സബ്മറൈനുകൾ അയക്കുകയുണ്ടായി. ഇന്ത്യയെ തൊട്ടാൽ വിവരം അറിയും എന്നൊരു മെസ്സേജ് റഷ്യ അമേരിക്കക്ക് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് അന്ന് ബംഗ്ലാദേശ് സ്വതന്ത്രമായത്. ഫ്രീഡം കിട്ടിയവർക്ക്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ റഷ്യൻ അംബാസിഡർ 1971 മറക്കരുത് എന്ന് ബംഗ്ലാദേശിനെ ഓർമ്മിപ്പിക്കുമ്പോൾ അവർ ഉന്നം വെക്കുന്നത് ആ പഴയ ചരിത്രത്തെയാണ്. അതായത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഇന്ത്യയും ഞങ്ങളും അന്ന് നിങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ പാകിസ്ഥാന്റെ വെറും അടിമകളാണ്. അല്ലാതെ വേറൊരു ഓപ്ഷൻ അവർക്കില്ല. അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ആ ചരിത്രം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മുജീബ് റഹ്മാനെ 1975 പട്ടാളം വധിച്ചു. ആ സമയത്ത് വിദേശത്തായിരുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളാണ് ഷെയ്ഖ് ഹസീന. കുറെ കഷ്ടപ്പെട്ടിട്ടാണ്. ഒരുക്ക് വനിത എന്ന് പറയുന്നതിൽ അർത്ഥം കൃത്യമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ഷെയ്ഖ് ഹസീന വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരികയാണ് നമ്മുടെ ബംഗ്ലാദേശിലേക്ക്. അധികാരം പിടിച്ചു അവിടെ വെച്ചിട്ട്. കഴിഞ്ഞ 15 വർഷത്തോളം അവർ ബംഗ്ലാദേശ് ഭരിച്ചു.
സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വളർച്ചയിലെ ഹസീനയുടെ പങ്ക് വളരെ വലുതാണ്. അത് ഇവർ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും അത് വളരെ വലുതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ വല്ലാതെ വളർന്നു, നമ്മുടെ ഇന്ത്യയോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിലൊക്കെ അവർ വളർന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ജനാധിപത്യം അവിടെ കുറഞ്ഞു വന്നു. പ്രതിപക്ഷത്തെ അവർ അടിച്ചമർത്തി, എതിർക്കുന്നവരെ ജയിലിലിട്ടു. തുടർച്ചയായി തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചെങ്കിലും അതിലൊക്കെ കൃത്രിമം നടന്നു എന്നൊരു ആരോപണം അവർക്കെതിരെ ശക്തമായി ഉണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയൊരു അമർഷം പുകയുന്നുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, അടുപ്പിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടിയായാലും ഒരു സമയത്ത് പുറത്താവും. തൊഴിലില്ലായ്മയും അതുപോലെ വിലക്കയറ്റവും ഒക്കെ കൂടിയപ്പോൾ ആ അമർഷം പൊട്ടിത്തെറിക്കാൻ ഒരു കാരണം കാത്തിരിക്കുകയായിരുന്നു അവർ. അതായത് ഇതൊക്കെ പൊട്ടിത്തെറിക്കാൻ ഒരു കാരണം ഈ തൊഴിലില്ലായ്മ ഇതൊക്കെ. അപ്പോഴാണ് ഈ സംവരണ വിഷയം വരുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് സർക്കാർ ജോലിയിൽ സംവരണം നൽകുന്നതിനെതിരെ തുടങ്ങിയ ഒരു സമരം പെട്ടെന്ന് തന്നെ ഒരു ആന്റി ഹസീന പ്രക്ഷോഭമായി മാറി. അതായത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള വലിയൊരു പ്രക്ഷോഭം അവിടെ ഉണ്ടാവാൻ തുടങ്ങി. ആ പ്രക്ഷോഭമാണ് എത്ര പെട്ടെന്ന് ഒരു വയലന്റ് ആയിട്ട് മാറുകയും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിയത്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി, പോലീസ് വെടിവെച്ചു, നൂറുകണക്കിന് ആളുകൾ മരിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഹെലികോപ്റ്ററിൽ കയറി ഇന്ത്യയിലേക്ക് ഓടിപ്പോവേണ്ട അവസ്ഥ വന്നു. അയൺ ലേഡി ഓടി. ലേഡി എന്ന് വിളിച്ചിരുന്ന ഒരാൾക്ക് ഇത്രയും ദയനീയമായ ഒരു പടിയിറക്കം ആരും പ്രതീക്ഷിച്ച ഒരു അവസ്ഥയായിരുന്നില്ല. ഹസീന പോയതോടെ അവിടെ ഒരു അധികാര ശൂന്യത ഉണ്ടായി. പവർ വാക്കമല്ലേ, ഒരു ശൂന്യത ഉണ്ടായി. അതെ. ആ ഗ്യാപ്പിലേക്കാണ് മുഹമ്മദ് യൂനസ് കടന്നു വരുന്നത്. നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ഒരു വ്യക്തി. വിദ്യാർത്ഥികൾക്ക് ഇദ്ദേഹത്തെ വലിയ വിശ്വാസമായിരുന്നു. അങ്ങനെ പട്ടാളത്തിന്റെ പിന്തുണയോടെ അദ്ദേഹം ഒരു ഇടക്കാല സർക്കാരിന്റെ തലവനായി മാറി. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ യൂനസിന്റെ കയ്യിലൊന്നല്ല നിൽക്കുന്നത്. അദ്ദേഹം അധികാരത്തിൽ അദ്ദേഹത്തെ കയറ്റിയിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇൻഖിലാബ് മഞ്ച് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ യൂനസിനെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നവരെ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് പുറത്താക്കണം, അല്ലെങ്കിൽ ഭരണം ഞങ്ങൾ മാറ്റും എന്നൊക്കെയാണ് അവരുടെ ഭീഷണിയൊക്കെ വന്നത്. ചുരുക്കത്തിൽ യൂനസ് ഇപ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ്. അവർക്ക് വേറെ പരിപാടി ഒന്നും, അയാൾക്ക് ഒന്നും ചെയ്യാൻ. അതെ, നാണം കെട്ടി നിൽക്കുകയാണ്. അതായത് എന്തിനപ്പൊ കയറിയെന്നായിരിക്കും ആള് ചിന്തിക്കുന്നുണ്ടാവുക. അതായത് പ്രധാനമന്ത്രി ആക്കം ചെയ്തു, ഇനി എന്താ നമ്മൾ ചെയ്യാന്നുള്ള ഒരു മൈൻഡിലായിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ, ഹിന്ദുക്കളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഹസീന പോയതിനു ശേഷം ബംഗ്ലാദേശിൽ വ്യാപകമായി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. ഇതൊരു മതപരമായ പ്രശ്നം എന്നതിലുപരി ഇന്ത്യയോടുള്ള വെറുപ്പായിട്ടാണ് ഇവിടെയുള്ള ചില തീവ്രവാദി ഗ്രൂപ്പുകൾ ഇതിനെ മാറ്റുന്നത്. ഇന്ത്യയുടെ ഏജന്റുകളാണ് ഹിന്ദുക്കൾ എന്നൊക്കെയുള്ള നറേറ്റീവാണ് അവര് പേപ്പട്ടികൾ എന്ന് അവരെ പറയാൻ പറ്റില്ല, അവർ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഭയങ്കര വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ എംബസികൾക്ക് നേരെ വരെ ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തി. ഇന്ത്യക്ക് ഒടുവിൽ വിസ സെന്ററുകൾ അടച്ചു പൂട്ടേണ്ടി വന്നൊരു സാഹചര്യം. ഇത് നിസ്സാര കാര്യമല്ല. നമ്മുടെ തൊട്ടയൽപക്കത്ത്, നമ്മുടെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം ഇങ്ങനെ അസ്ഥിരമായി കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സുരക്ഷയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ സ്നെക്ക് കൊറിഡോർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമല്ലേ, നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്കുള്ള വഴി ബംഗ്ലാദേശിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. അവിടെ ചൈനയ്ക്കോ പാകിസ്ഥാനോ സ്വാധീനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ തലവേദനയാവാൻ സാധ്യതയുണ്ട് അല്ലെ? അവിടെയാണ് ശരിക്കും പറഞ്ഞ ഇന്ത്യ വികാരം വരുന്നത്. ആ പ്രശ്നം വരുന്നത് ആ ഭാഗത്താണ്. കാരണം ബംഗ്ലാദേശിലെ പല രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവർ ഇന്ത്യയെ ഒരു ശത്രുവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നത് അവർക്ക് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഹസീനയെ വിട്ടുതരണം എന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഇന്ത്യ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അവിടെ ഒരു നീതിപൂർവമായ നിയമവ്യവസ്ഥ വരുന്നത് വരെ ഹസീന തിരിച്ചു പോകില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇത് ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും റോള് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം അമേരിക്കയ്ക്ക് ഷെയ്ഖ് ഹസീനയോട് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നില്ല. സെന്റ് മാർട്ടിൻ ദ്വീപ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാത്തത്. ഞാൻ വിചാരിച്ചിരുന്നത് ചൈനയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഉണ്ടാവുക. അമേരിക്കയാണ്. അത് ആ ഒരു ദേഷ്യം അവർക്കുണ്ട്, അവർക്ക് വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതൊരു ഭയങ്കരമായിട്ടൊരു അങ്ങനെ ഒരു തിയറി പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന അരാജകത്വം മുതലെടുത്ത് പാകിസ്ഥാൻ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയെ വളയുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ശരിയാണ്. ഇവിടെ എന്താ പറയാ, റഷ്യയുടെ ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രസക്തി നമ്മൾ വീണ്ടും ഓർക്കേണ്ടത്. റഷ്യൻ അംബാസിഡർ പറഞ്ഞത്, ഇന്ത്യയും ഞങ്ങൾ ചേർന്നാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത്, അത് കുളമാക്കരുത് എന്നാണ്.
ഇത് ബംഗ്ലാദേശിനോട് മാത്രമുള്ള ഉപദേശമല്ല, ഇത് അമേരിക്കയ്ക്കും ചൈനയ്ക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് മറക്കരുത്. ഈ മേഖലയിലേക്ക് കളിക്കാൻ നിൽക്കരുത്. ഇന്ത്യ ഒറ്റയ്ക്കല്ല എന്ന് റഷ്യ പരോക്ഷമായി പറയുകയാണ്. ബംഗ്ലാദേശ് വിഷയം ഇപ്പോൾ വെറും ഒരു ആഭ്യന്തര കലാപമല്ല, ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറിക്കഴിഞ്ഞു. മുഹമ്മദ് യൂനസിനെ അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. അവർക്ക് ഭരണപരിചയമില്ല. ഇത് രാജ്യത്തെ കൂടുതൽ അരാജകത്വത്തിലേക്കാണ് നയിക്കുക. ഒരു സിവിൽ വാർ അല്ലെങ്കിൽ പട്ടാള ഭരണമൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത എനിക്ക് വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു തിളച്ചു മറിയുന്ന പാത്രമാണ്. അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളം നമ്മുടെ ദേഹത്ത് വീഴാം. ഇന്ത്യ വളരെ കരുതലോടെ ഇരിക്കേണ്ട ഒരു സമയമാണിത്. അതെ, ശരിയാണ്. കാരണം RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഇന്ത്യക്ക് ചിലപ്പോൾ കടുത്ത നടപടികൾ എടുക്കേണ്ടി വരുമെന്നാണ്. അത് വെറും ഒരു വാക്കല്ല. അതിർത്തിയിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ വെറുതെ ഇനി ഇരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോവാതെ നയതന്ത്രപരമായി ഇത് പരിഹരിക്കാനാണ് എല്ലായ്പ്പോഴും ഇന്ത്യ എടുക്കുന്ന നിലപാടാണ്. ഏറ്റവും ആദ്യം നമ്മൾ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുക, യുദ്ധത്തിലേക്ക് നേരിട്ട് കിടക്കില്ല. എന്തായാലും വരും ദിവസങ്ങൾ നിർണായകം തന്നെയാണ്. ബംഗ്ലാദേശ് നമ്മുടെ സൗഹൃദ രാജ്യമായി തുടരുമോ അതോ മറ്റൊരു പാകിസ്ഥാനായി മാറുമോ എന്നതൊക്കെ കണ്ടറിയണം. എന്തായാലും ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാതിരിക്കട്ടെ. അതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ നിയന്ത്രണം നമ്മൾ കുറച്ചു കാലത്തേക്കെങ്കിലും ഏറ്റെടുത്തിട്ട് അവരെ മര്യാദ പഠിപ്പിക്കുക, പേപ്പട്ടികളല്ലാതെ മനുഷ്യന്മാരായിട്ട് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഹൈപ്പ് ഒന്ന് തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും.